ഈ ഫ്രൂട്ട്സിൻ്റെ കാഴ്ചകൾ കണ്ടോ, ഇത്ര ഭംഗിയായിരിക്കുന്നു ഇതിൻ്റെ കാഴ്ചകൾ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങളാണ്. നേരെ അതിൻ്റെ കാഴ്ചയിലേക്ക് നമുക്ക് പോവാം. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ കാഴ്ചകളാണ്. ഇത് വെച്ചിരിക്കുന്നത് ഒരു 50 ലിറ്ററിൻ്റെ ഒരു ഡ്രമ്മിനകത്താണ്. അതിനകത്ത് ചെറിയൊരു ചെടിയാണിത്. പക്ഷേ ഇതിന് നല്ല ഗ്രോത്തും ഇലകൾക്കൊക്കെ നല്ല പച്ച കളറും അത് ഫ്രൂട്ട്സിനൊക്കെ നല്ല കളറുമുണ്ട്. നമ്മൾ ഡ്രമ്മിലൊക്കെ ചെടികൾ സെറ്റ് ചെയ്യുമ്പോൾ അതിന് കൊടുക്കേണ്ട വളങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്താൽ ഇതുപോലെ നല്ല ഫ്രൂട്ട്സ് നമുക്കതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇത്രയും ചെറിയ ചെടിയിൽ നിൽക്കുന്ന ഫ്രൂട്ട്സിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ, നല്ല കൊല കുത്തി ഉണ്ടാവുകയാണ് ഇതിനകത്ത്. കാണാമല്ലോ, ഇതൊരു കൊലയാണ്. അതുപോലെ തന്നെ ഇത് നിറച്ച് ഫ്രൂട്ടാണ്. ഇവിടെ ഒക്കെ ഫ്രൂട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഫ്രൂട്ടാണ്. നിറയെ ഫ്രൂട്ട് കിടക്കുകയാണ് ഈ കമ്പയിലൊക്കെ. അതുപോലെ വീണ്ടും നോക്കിയേ, എന്തുമാത്രം ഫ്രൂട്ടാണ്. ഈ ചെറിയ ചെടിയിൽ ഇതിന് മാത്രം ഫ്രൂട്ട് ഉണ്ടായിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ ആ എഫക്റ്റിലെ നമുക്കിതുപോലെയുള്ള റിസൾട്ടുകൾ കിട്ടത്തുള്ളൂ. ഇത് കണ്ടല്ലേ, അതിൻ്റെ ചോട് കണ്ടല്ലോ, ചോട് വണ്ണം. ഇത്രയുള്ള ചെടിയുടെ ആകെപ്പാടെയുള്ള വലിപ്പമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ ചെടിയിലാണ് എല്ലാ കമ്പയിലും നിറച്ച് ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ വേറൊരു കാര്യം പറയാം. ഇതുപോലെ താഴോട്ടൊക്കെ കിടക്കുന്ന കമ്പുകൾ കണ്ടോ, ഇതുപോലുള്ള കമ്പുകൾ ഇങ്ങനെ നിർത്താതെ നമ്മൾ ഈ കമ്പിനെ ഏകദേശം ഇവിടം വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്താൽ ഇവിടുന്ന് വീണ്ടും നമുക്ക് ശിഖരങ്ങൾ കൂടുതലായിട്ടുണ്ടാകുകയും ഇതുപോലെ ഫ്രൂട്ടുകളൊക്കെ അതിലും ധാരാളമായിട്ട് ഉണ്ടാകുവാനും കഴിയും. ഇനിയും തൈ വേണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഈ കട്ട് ചെയ്യുന്നതിന് പകരം എയർ ലെയറിങ്, അതായത് ഈ കമ്പിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ ഇത്രയും ഭാഗം ഇതിൻ്റെ തൊലി വട്ടത്തിലെടുത്ത് കളഞ്ഞിട്ട് ചകിരിച്ചോറും മണ്ണും അത് ഒന്ന് നനച്ചതിന് ശേഷം ഒരു കൂടിനകത്ത് വെച്ച് ഇവിടെ വെച്ച് കെട്ടുകയാണെങ്കിൽ നമുക്കിവിടുന്ന് വേരുകൾ പൊട്ടി നമുക്കിതൊരു തൈയാക്കി എടുക്കാനും സാധിക്കും. അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. തൈ വേണ്ടെങ്കിൽ നമുക്കത് പ്രൂൺ ചെയ്ത് കളയാം. തൈ എടുക്കണമെങ്കിൽ അങ്ങനെ നമുക്കിതിൻ്റെ ഓരോ കമ്പിൽ നിന്നും അതുപോലെ ഈ കമ്പുകളൊക്കെ കോതി കളയുന്നതിന് പകരം നമുക്ക് അതുപോലെ എയർ ലെയറിങ്ങിലൂടെ ആ കമ്പിൽ നിന്നൊക്കെ ഓരോ തൈകളാക്കിയെടുക്കാം. അത് നമ്മുടെ സുഹൃത്തുക്കൾക്കോ നമ്മുടെ അയൽക്കാർക്കോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് അവർക്ക് കൊടുക്കാം. ഇതിൻ്റെ ഫ്രൂട്ട്സ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറിൻ്റെ ആകൃതിയാണ് ഇതിൻ്റെ ഫ്രൂട്ടിന്. ഇത് കണ്ടോ കിടക്കുന്ന ഫ്രൂട്ട്, ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് കട്ട് ചെയ്താൽ ഒരു സ്റ്റാറിൻ്റെ ആകൃതിയാണ് ഇതിൻ്റെ. അതാണ് ഇതിന് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പേര് വരാൻ കാരണം. നമ്മുടെ കയ്യിലുള്ള ഈ സ്റ്റാർ ഫ്രൂട്ട് വലിയ പുളിയില്ലാതെ ചെറിയ മധുരമുള്ള കമർപ്പൊന്നുമില്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് നമ്മുടെ ടെറസിന് മുകളിലാണ് വെച്ചിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി.